നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം ജീവൻ പണയം വെച്ച് പ്രളയരക്ഷാ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ ധീര യുവാവ് കലിയൂർ സ്വദേശി രാജേഷിന്റെ ഭൗതികദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആക്ഷേപം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചില CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുകയാണ്. 4 ദിവസം പുഴയിൽ കിടന്ന് അഴുകി ചീർത്ത മൃതദേഹം എംബാം ചെയ്യുകയോ ഫ്രീസർ ബോക്സിലുള്ള ആംബുലൻസ് ഏർപ്പാടാക്കുകയോ ചെയ്യാതെ വെറും പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് അയച്ച പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതരുടെയും നടപടിയാണ് വിവാദമാവുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് അവസാനമായി അച്ഛന്റെ മുഖമൊന്നു കാണണമെന്ന് രാജേഷിന്റെ മകൾ കേൺ അപേക്ഷിച്ചിട്ടും മൃതദേഹം തുറന്നു കാണിക്കാൻ കഴിഞ്ഞതേയില്ല. എംബാം ചെയ്യാതെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അയച്ചതിനാൽ മൃതദേഹം അഴുകി വീർത്തായിരുന്നു. വീട്ടിലെത്തിച്ചാൽ മൃതദേഹം യാതൊരു കാരണവശാലും തുറന്നു കാണിക്കരുതെന്ന് ആംബുലൻസ് ഡ്രൈവർമാർക്ക് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിരുന്നതായും വ്യക്തമാണ്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ആംബുലൻസ് കോഴിക്കോട് പിന്നിട്ടതോടുകൂടി അസഹ്യമായ ദുർഗന്ധം വമിക്കുകയും പഴുപ്പ് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇതോടെ വഴിമധ്യേ തൃശൂർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയാണ് മൃതദേഹം ഫ്രീസർ സൗകര്യമുള്ള മറ്റൊരു ആംബുലൻസിലേക്ക് ഡ്രൈവർമാർ മാറ്റിയത്. ഈ ദൃശ്യങ്ങൾ CCTVയിലൂടെ പുറത്തു വന്നതോടുകൂടിയാണ് പൊതുജനങ്ങളുടെയും ബന്ധുക്കളുടെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ക്രൂരത പുറത്തു വരുന്നത്. സത്യത്തിൽ ഈ വാർത്ത ആ മകൾ കേൾക്കാതിരിക്കട്ടെ, ഈ സത്യാവസ്ഥ ആ മകൾ അറിയാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഇത് പുറത്തു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് കാണിച്ച ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടൊക്കെ തന്നെ നമ്മൾ അടക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ശരീരത്തോട് കാണിച്ച ആ അസഹിഷ്ണുത ഇനി ഒരാളുടെയും മൃതദേഹത്തോട് കാണിക്കരുത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ്. രാജേഷിന്റെ മൃതദേഹത്തെ അനുഗമിച്ചിരുന്ന വാർഡ് മെമ്പർ K മഹേഷും പൊതുപ്രവർത്തകൻ റാണയും ഫ്രീസറുള്ള ആംബുലൻസ് വേണമെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ കൈമലർത്തുകയായിരുന്നു. തൃശൂരിൽ വെച്ച് ഫ്രീസറുള്ള ആംബുലൻസിലേക്ക് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ശരീരഭാഗങ്ങൾ വേർപെട്ടു പോകുമായിരുന്നുവെന്ന് ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറും വ്യക്തമാക്കുകയാണ്. തുടർന്ന് യാത്ര തിരിച്ച പുതിയ ആംബുലൻസ് ചെങ്ങന്നൂരിലെ വെള്ളക്കെട്ടിൽപ്പെട്ട് കേടായതും ഈ ദുരന്തം ഇരട്ടിയാക്കി. കണ്ണൂർ ചെറുപുഴയിൽ പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാജേഷ് അപകടത്തിൽപ്പെട്ടത്. പ്രളയത്തിൽ തുരുത്തിൽ അകപ്പെട്ടു പോയ ആളെ രക്ഷിക്കാൻ കുത്തിയൊഴുക്കുന്ന പുഴ നീന്തിക്കടന്ന് തന്റെ ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രാജേഷ് അയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ തിരികെ നീന്തുന്നതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന കയറിൽ നിന്ന് പിടിവിട്ട് രാജേഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മീൻതുള്ളി വെള്ളച്ചാട്ടത്തിലെ ഈ റെപ്പലിംഗ് ഇൻസ്ട്രക്ടറായിരുന്ന രാജേഷ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. ചൊവ്വാഴ്ചയാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിന് വീഴ്ച സംഭവിച്ചോ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കണ്ണൂർ ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. വിശദ അന്വേഷണത്തിനായി ADM PN പുരുഷോത്തമനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞ ധീരനായ യുവാവിന്റെ ഭൗതികദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ കണ്ണൂർ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് V ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും ജനപ്രതിനിധികളും ആംബുലൻസ് സൗകര്യത്തെക്കുറിച്ച് പരാതി ഉന്നയിച്ചപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് പയ്യന്നൂർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മറുപടി നൽകിയതെന്ന് വാർഡംഗം K മഹേഷ് കുറ്റപ്പെടുത്തി. അതേസമയം ആംബുലൻസിൽ ഫ്രീസർ ബോക്സ് ഇല്ലാത്ത വിഷയം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് പയ്യന്നൂർ തഹസിൽദാറുടെ വിശദീകരണം.